ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ മക്കളെ നമ്മൾ എന്തിനാണ് പഠിപ്പിക്കാൻ വിടുന്നത്? ഒരുപാട് പ്രതീക്ഷയോടെ പഠിച്ച് നല്ല നിലയിലായിട്ട് ജോലിയൊക്കെ കിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ മാതാപിതാക്കളുടെ സ്വപ്നമാണ്. അത്രത്തോളം പ്രതീക്ഷയോടെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നത്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നത് എന്താണ്? ഇതാണ്. ഈ പയ്യൻ ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? കോളേജിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നടന്നു പോകുന്ന വഴിയിൽ ലഹരി വിൽപ്പനയാണ്. ഈവൺ പെൺകുട്ടികൾ പോലും പയ്യൻ്റെ അടുത്ത് വന്നിട്ട് ലഹരി വാങ്ങുകയാണ്. ഒരു നേരം ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു നേരം ഇത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് സമയം കളയണ്ട, വീഡിയോ കാണാം. പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് കാണാം. ഒരു പയ്യൻ ഒരു ഇടുങ്ങിയ വഴിയാണ്. പയ്യൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. കയ്യിൽ കുറച്ച് ചെറിയ ചെറിയ ബാഗുകളാക്കിയിട്ടുള്ള ഒരു കടലാസ് സംഭവമുണ്ട്. ഒരു പയ്യൻ വരികയാണ്. ആ പയ്യൻക്ക് സാധനം കൊടുക്കുകയാണ്, പൈസ വാങ്ങുകയാണ്. വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നടത്തുന്ന ബിസിനസ്സാണ്. കോഡ് ഭാഷകളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട്, അതായത് നാളെ എവിടെയൊക്കെ സാധനം ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി ഇവരെ അറിയിക്കാൻ പല കോഡ് ഭാഷകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾ, കച്ചവടം പെട്ടെന്ന് നടക്കും. അവിടെ വരിക, പൈസ കൊടുക്കുക, സാധനം വാങ്ങുക, പോവുക. വേറെ നോ ടോക്ക്, ഒരു സംസാരമില്ല. സാധനം വാങ്ങിയിട്ട് പോവുക. എന്താ ചെയ്യലേ? വല്ലാത്തൊരവസ്ഥയാണ്. പഠിച്ച് നല്ല നിലയിലൊക്കെ ആയിട്ട് ജോലിയൊക്കെ എടുത്ത് മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കേണ്ട ഒരു പയ്യന് കുറഞ്ഞ സമയത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് സമൂഹത്തെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണ്. യുവത്വം അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനറേഷൻ അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ്. മറ്റൊരു പയ്യൻ വരികയാണ്. ഒരുപാട് ആളുകളൊന്നും ഇല്ല കേട്ടോ. ആകെ അവിടെ വന്നത് 4-5 ആളുകളെ വന്നിട്ടുള്ളൂ. അതിലൂടെ തന്നെ ഇതിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടായേക്കാം, അറിയില്ല. എന്തായാലും ഫൈനലി അവസാനം വന്നതൊരു പെൺകുട്ടിയാണ്. നിങ്ങൾ നോക്കുക, അവസാനം തൊട്ടടുത്ത് താമസിക്കുന്ന കുട്ടി തന്നെയാട്ടോ വന്നത്. ഒരു പെൺകുട്ടി വന്നു, ആ പയ്യൻ്റെ അടുത്ത് പോയി. പക്ഷെ എന്താ പ്രശ്നം അറിയോ? ഈ പെൺകുട്ടി വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് ആ പയ്യൻ്റെ അടുത്തേക്ക് പോയത്. കാരണം സാധനം തീർന്നു പോയി, ഉപയോഗിക്കാനിട്ടില്ല. കയ്യിലാണെങ്കിൽ പൈസയില്ല, സാധനം ഇട്ട് വേണം താൻ. ഇവിടെയുള്ളൊരു സൊല്യൂഷൻ എന്താണ്? അതിന് ആ പെൺകുട്ടി കണ്ടെത്തിയൊരു മാർഗമാണ്. വല്ലാത്തൊരവസ്ഥ കേട്ടോ. എന്താ ചെയ്യുക? ആ ഒരു പെൺകുട്ടി പയ്യനോട് ഒരുപാട് സമയം റിക്വസ്റ്റോടെ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ അടുത്ത ദിവസം തരാം, എനിക്കിപ്പോൾ സാധനം തരുമോ, അതൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഫൈനലി പെൺകുട്ടിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് സാധനം കൊടുക്കും. ഇതൊക്കെയാണ് നടന്നു പോകുന്നത്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഒരവസ്ഥയും പുറത്തൊക്കെ പഠിക്കാൻ വിടുന്ന സമയത്ത് മക്കളെ സൂക്ഷിച്ചു. മക്കളെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഒന്ന് അന്വേഷിക്കുക. മക്കളുടെ ബാഗും മക്കളുടെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കുക. കാരണം നിങ്ങൾക്ക് ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു പ്രൈവസി മതി മക്കൾക്ക്. അല്ലാണ്ടുള്ളൊരു പ്രൈവസീൻ്റെ ആവശ്യമൊന്നും മക്കൾക്ക് ഈ ഒരു പ്രായത്തിൻ്റെ ആവശ്യമില്ല. ബാഗ് പരിശോധിക്കാം, മക്കളെ ഫോളോ ചെയ്യാം, നിലവിലുള്ള കൂട്ടുകെട്ട് ആരൊക്കെയാണ് എന്ന് മക്കൾക്ക് ആരൊക്കെയാണ് എന്നുള്ളത് മാതാപിതാക്കൾക്ക് അന്വേഷിക്കാം. റൂമുകൾ പരിശോധിക്കാം. എന്തെങ്കിലും വഴിവിട്ട
പരിപാടികൾ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ മക്കളെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കാൻ പുറകിൽ ആളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കും, തെറ്റിലേക്ക് പോകില്ല. ഇത് കയറൂരി വിട്ടതുപോലെ മക്കൾക്ക് മാസാമാസം പൈസ അയച്ചു കൊടുക്കും. ട്യൂഷൻ ഫീസായിട്ടും പോക്കറ്റ് മണി ആയിട്ടും അതേപോലെ ഹോസ്റ്റൽ ഫീസായിട്ടും പുറത്ത് ഷോപ്പിങ്ങിന് പോകാനും കറങ്ങാൻ പോകാനൊക്കെ മാസാമാസം അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചു കൊടുക്കും. അതോടെ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അത് തെറ്റാണ്. അതുമാത്രം മതി കുട്ടികൾക്ക് തെറ്റിലേക്ക് പോകാൻ. അതായത് മാസാമാസം ക്യാഷ് കിട്ടുന്നുണ്ട്, അത് മതി അടിച്ചു പൊളിക്കാനും ഇമാതിരി പരിപാടികൾ ചെയ്യാനും. മക്കളെ ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്.